ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നല്ലൊരു കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഈ കറി നല്ല കുമ്പളങ്ങ തൈര് കറിയാണ് കേട്ടോ. അപ്പോൾ ഈ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കറിയൊക്കെ വെക്കാൻ നല്ലതാണ് കേട്ടോ മൺചട്ടി. അപ്പോൾ മൺചട്ടിയിൽ ഉണ്ടെങ്കിൽ അതിൽ തന്നെ വെക്കുക. അപ്പോൾ ഒരു വേറെ ടേസ്റ്റ് തന്നെയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കഷ്ണം കുമ്പളങ്ങ എടുത്തെങ്ങാനും ചെറുതാക്കി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിങ്ങാനും ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടെങ്ങാനും വെള്ളം ഒഴിച്ചെങ്ങാനും ഒന്ന് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അടിച്ച് വെച്ചെങ്ങാനും ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ. കുമ്പളങ്ങയിൽ ഒന്ന് തിളക്കുമ്പോൾ തന്നെ നല്ലോണം കൊണ്ട് വെള്ളം ഉണ്ടാവും. അപ്പം വെള്ളം കൂടുതലായി പോകുമല്ലോ. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തെങ്ങാനും വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അതിലേക്കൊരു അരപ്പ് റെഡിയാക്കാനുണ്ട്. കുമ്പളങ്ങ തൈര് കറിയാണല്ലോ. അപ്പോൾ അതിലേക്ക് ലേശം തേങ്ങ അരച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു കപ്പ് തേങ്ങ ആണ് കേട്ടോ എടുത്തത്. ഒരു കപ്പ് എന്ന് പറയുമ്പോൾ ഒരു മുറി തേങ്ങ ഉണ്ടാവും കേട്ടോ, ഒരു തേങ്ങൻ്റെ പകുതി. അപ്പോൾ അതിലേക്ക് 4 പച്ചമുളക്, ഒരു 4-5 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, ആവശ്യത്തിന് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി നമ്മൾ കുമ്പളങ്ങയിൽ ഇട്ടിക്കണമല്ലോ. അപ്പോൾ ഒരു നുള്ളി ജീരകം, ചെറിയ ജീരകമാണ്, അതും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെങ്ങാനും നല്ലോണം അരച്ചെടുക്കുക. അപ്പോൾ തേങ്ങ ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് മൂടിയൊക്കെ തുറന്നെങ്ങാനും നമുക്ക് കഷ്ണങ്ങൾ വെന്തിക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മൺചട്ടിയാണല്ലോ, ചിലപ്പോൾ അടി പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കണം, ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അപ്പോൾ അടി പിടിക്കും അല്ലെങ്കിൽ. അപ്പോൾ അതാക്കണ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി തേങ്ങ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഒഴിച്ച് കൊടുത്തെങ്ങാനും ഒന്ന് തളിച്ച് വരുമ്പോൾ അതിലേക്ക് തൈരും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. തൈരൊന്ന് മിക്സിയിലിട്ട് കറക്കിങ്ങാനും ഒന്ന് എടുത്ത് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ തേങ്ങ ഒഴിച്ചതിൻ്റെ ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുക. തൈര് ഒഴിച്ചാൽ പിന്നെ തിളപ്പിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഞാൻ തേങ്ങ ആവശ്യത്തിനുള്ള ജാറ് മോറിങ്ങാനും ലേശ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തളിച്ച് വന്നിട്ട് വേണം തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനും. അപ്പോൾ അതാ ഞാനൊരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതാക്കണം കറി തളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കറി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തീ നല്ലോണം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം തൈര് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ തൈര് ഒഴിച്ച് കഴിഞ്ഞ് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫാക്കാം കേട്ടോ. ഇതിങ്ങനെ തിളപ്പിക്കാൻ നിൽക്കണ്ട. തൈര് ഒഴിച്ചാൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ അതാക്കണത് റെഡി ആയിക്കുന്നത്. ഇനി തീ ഓഫാക്കാം. അപ്പോൾ അതിലേക്കൊരു വറവിട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും വറ്റൽമുളകും കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടെങ്ങാനും വറവിട്ടെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റും ഒക്കെ ചെയ്യാണ്ടിട്ടോ. വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലോണം ഒന്ന് തീ കുറച്ച് വെക്കണേ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ അതാക്കണേ നമ്മളെ നല്ല കുമ്പളങ്ങ തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ലേശം ബീഫ് വരട്ടിയതോ ചിക്കൻ വരട്ടിയതോ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റെത് പറയാം കേട്ടോ. എനിക്ക് തൈര് കറിക്ക് ബീഫ് വരട്ടിയ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെ? അപ്പോൾ ഇഷ്ടമാണെന്നേ ഉള്ളൂ. നമുക്ക് പള്ളയെ പൈച്ചിക്കുകയാണെങ്കിൽ ചിക്കൻ വരട്ടാനും ബീഫ് വരട്ടാനും ഒന്നും പോകില്ല കേട്ടോ. ഉണക്കമീൻ ചുട്ടതുണ്ടെങ്കിലും പള്ളറച്ചും ചോറ് വയ്ക്കും. പള്ളയെ പൈപ്പ് കറിയാൽ പോരെ.